കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതുകൊണ്ട് യാത്രക്കാർ വലയുകയാണ്. ഈ സ്റ്റാൻഡിലേക്ക് കയറി വരുന്ന എല്ലാ ഭാഗത്തും വളരെയധികം വെള്ളമുള്ളതുകൊണ്ട് യാത്രക്കാർക്ക് നീന്താതെ ബസ് സ്റ്റാൻഡിൽ എത്താൻ പറ്റാത്ത ഒരവസ്ഥയായി. നൂറുകണക്കിന് ബസ്സുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക്, കോട്ടയത്തിൻ്റെ പല ഭാഗത്തേക്കും കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും സർവീസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട, കോട്ടയത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡാണ് കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്തും അതുപോലെ തന്നെ ഈ സ്റ്റാൻഡിൻ്റെ കിഴക്ക് ഭാഗം ഏകദേശം പൂർണ്ണമായിട്ടും വെള്ളത്തിൻ്റെ അടിയിലായിട്ടുണ്ട്. ഈ സ്റ്റാൻഡിൻ്റെ പ്രധാന വാതിൽ, ബസ്സുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന പ്രധാന സ്ഥലങ്ങൾ എങ്കിലും മണ്ണിട്ട് ഉയർത്തി ആ വെള്ളക്കെട്ടുകളെ ഒഴിവാക്കുവാൻ വിധത്തിലുള്ള ക്രമീകരണങ്ങൾ അധികാരികൾ ശ്രദ്ധിച്ച് ചെയ്താൽ ഇനിയുള്ള വെള്ളപ്പൊക്ക സമയത്തോ അല്ലെ മഴക്കാലത്തെ സമയത്തോ നമ്മുടെ സർവീസ് ചെയ്യുന്ന ബസ്സുകൾക്ക് അല്ലെ ഇത്രയധികം ബുദ്ധിമുട്ടുകളില്ലാതെ സ്റ്റാൻഡിൽ നിന്ന് സർവീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ സ്റ്റാൻഡിലേക്ക് എത്തുന്ന നൂറുകണക്കിന് യാത്രക്കാർക്ക് അത് വളരെ ഒരു അനുഗ്രഹമായ കാര്യമായിരിക്കും. നമ്മുടെ നാട്ടിൽ നടക്കേണ്ട ഏറ്റവും അത്യാവശ്യമായ വികസനം എന്ന് പറയുന്നത് ഇത്തരമുള്ള സ്ഥലങ്ങളിലെ ക്രമീകരണങ്ങളാണ്. കോട്ടയത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലേക്കുള്ള ബസ് സർവീസുകളിൽ ചില ബസ്സുകളൊക്കെ സർവീസ് നിർത്തുന്നു. അതുപോലെ തന്നെ ഇത്രയും വെള്ളക്കെട്ടുകൾ ഉള്ളതുകൊണ്ടാണ് സ്റ്റാൻഡിലെ പല കടകളും അടയ്ക്കുകയാണ്. ഹോട്ടലുകൾ അടക്കമുള്ള കടകൾ അടയ്ക്കുകയാണ്. യാത്രക്കാർ ശ്രദ്ധിക്കുക. നാഗമ്പടം ബസ് സ്റ്റാൻഡിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. അപ്പോൾ യാത്രക്കാർ കരുതി യാത്ര ചെയ്യുക. അധികാരികൾ ഇതൊക്കെ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോട്ടയം സ്റ്റാൻഡിൽ നിന്ന് വി ചാനൽ.